ഹലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ രാവിലത്തെ പരിപാടി ചായപ്പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് കാറ്റിൻ്റെ സൈക്കിൾ കുറേ ദിവസമായിട്ടോ കംപ്ലൈൻ്റ് ആയതല്ല, വീണ് അതിൻ്റെ സ്റ്റാൻഡും എല്ലാം പോക്കിയുണ്ട്. അപ്പോൾ അതൊന്നും പോവുകയാണ് കേട്ടോ. സൈക്കിളൊന്ന് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് വരാം. കാർത്തി മെല്ലെ മെല്ലെ ശ്രദ്ധിച്ചിട്ട് പോണം, ശ്രദ്ധിച്ചിട്ട്. ഇതിൻ്റെയൊക്കെ കയറ്റുമ്പോഴാണോ അവനെ. ഈ ഷോപ്പിലാണ് ഞങ്ങൾ കാർത്തിൻ്റെ സൈക്കിൾ നന്നാക്കാൻ കൊടുത്തത് കേട്ടോ. സാധാരണ കാർത്തിൻ്റെ സൈക്കിൾ വാങ്ങി അവിടെ തന്നെയാണ് കൊടുക്കൽ. ഇപ്പോൾ അവിടെ കൊടുക്കില്ല, ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു വേഗം നന്നാക്കി തരൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ മീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിയും എന്തായാലും തോന്നിപ്പോൾ പിന്നെ മീൻ വാങ്ങട്ടെ പോയിട്ട് വിചാരിച്ചു. അപ്പോൾ കാർത്തിൻ്റെ സൈക്കിളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിയാത്ത അവിടെ തിരക്കാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിയും എന്തായാലും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അവിടെ ഇത്രയും നേരം ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് മീനും വാങ്ങിച്ച് തോണിക്കാർ പിടിക്കുന്ന മീനാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് തോണിക്കാർ പിടിക്കുന്ന മീനാണെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കൽ, എങ്ങനെയാ അറിയില്ല. അപ്പോൾ അത് മീനും വാങ്ങിച്ച് ഇങ്ങോട്ട് പോകുന്ന അയിലയാണ് കിട്ടിയത്. അയിലയും പിന്നെ നെത്തലും ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ്, മുറിക്കാൻ ഭയങ്കര പണിയില്ല. അപ്പോൾ ഞാൻ അയില വാങ്ങിച്ചിട്ടോ. അപ്പം ഇതാ അയില മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറിയാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വേഗം കറിയൊക്കെ ഇട്ട് മുളകിട്ടിട്ടാണ് കറി വെക്കുന്നത്. പച്ചക്കറി അതൊക്കെ ആയതാണ്. അപ്പോൾ മുളകിട്ട് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് വേഗം ഉള്ളി തക്കാളിയും പച്ചമുളകൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ അതാ പുളി എടുക്കുമ്പോഴത്തേക്കും എനിക്കും വേണം തിന്നാൻ. കാത്തി ഓടി വരും കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ കലക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ. എന്നിട്ട് മീനിടാം. മീനൊക്കെ ഞാൻ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. ചോറും പച്ചക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മീൻ കറി മാത്രമേ വെക്കാനുള്ളൂ. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ മീനും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വറ്റിക്കണം കേട്ടോ. എന്നിട്ട് ഓഫാക്കുകയാണ്. അതോടെ കൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവൂല. ചാരു നായനെ കണ്ട കഥയാണ് പറയുന്നത്. ചെന്നായി എന്നാണ് കേട്ടോ പറയുന്നത് അല്ലേ. അപ്പം ഞങ്ങൾ കാർത്തിൻ്റെ സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. നന്നാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. അപ്പം ചാരസിനും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തിക്കുട്ടൻ്റെ സൈക്കിൾ കിട്ടി. നമുക്ക് ഇത് അച്ഛനടുത്ത് മുന്നിലിരുന്നോ പോരുന്നോ. അപ്പം അത്രയൊക്കെയുള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.